സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വ്രതശുദ്ധിയുടെയും റംദാൻ പുണ്യദിനങ്ങൾക്ക് ലോകം തയ്യാറായി കഴിഞ്ഞു. കുവൈറ്റിലും ഇന്നു മുതൽ റംദാൻ വ്രതദിനങ്ങൾക്ക് തുടക്കമായി. കുവൈറ്റിലും പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റംദാൻ മാസത്തിന് ഇന്ന് ബുധനാഴ്ച തുടക്കമായി. മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ കുവൈറ്റ് സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ പ്രസിഡന്റും ചാന്ദ്രദർശന സമിതി അധ്യക്ഷനുമായ ജസ്റ്റിസ് ഡോക്ടർ ആദിൽ ബറോസിലൂടെയാണ് വ്രതാരംഭം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ കുവൈറ്റിലെ സ്വദേശികളും വിദേശികളുമായ 10,000-കണക്കിന് വിശ്വാസികൾ വ്രതശുദ്ധിയുടെ നാളുകൾക്ക് വരവേറ്റു. കുവൈറ്റ് അമീറും ഭരണാധികാരികളും ജനങ്ങൾക്ക് വിശുദ്ധ മാസത്തിന്റെ ആശംസകൾ നേർന്നു. സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകരുന്ന ഈ വേളകളിൽ പ്രാർത്ഥനകളിലും ആരാധനകളിലും മുഴുകാനാണ് വിശ്വാസി സമൂഹം തയ്യാറെടുക്കുന്നത്. റമദാൻ മാസത്തിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കുന്നതിനായി രാജ്യത്ത് കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ ആഹാരം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും കർശന നിരോധനമുണ്ട്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ പിഴയും ജയിൽ ശിക്ഷയും ഉൾപ്പെടെ നടപടികൾ സ്വീകരിക്കും. റമദാൻ കാലത്ത് ഭിക്ഷാടനം തടയാൻ ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക പരിശോധനകൾ നടത്തും. പിടിയിലാകുന്ന വിദേശികളെ ഉടൻ നാടുകടത്തുന്നതുൾപ്പെടെയുള്ള കർശന നടപടികളുണ്ടാകും. രാജ്യത്തെ മസ്ജിദുകളിൽ പ്രത്യേക നമസ്കാരങ്ങളും നടക്കും. വിശ്വാസികളുടെ തിരക്ക് പരിഗണിച്ച് നിയന്ത്രിക്കാൻ വിപുലമായ സൗകര്യമാണ് മന്ത്രാലയം ഒരുക്കിയിട്ടുള്ളത്. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.